ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. അതൊരു ചട്ടിയിലിട്ട് കൊടുത്തിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കഷ്ണം വേവാനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തു. ഇനി നമുക്ക് ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെള്ളരിക്ക നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഈ കറിയിൽ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. മുളക് പൊടി ചേർക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പച്ചമുളകിൻ്റെ എരിവിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഷ്ണം വേവണ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങയും 3 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും ജീരകവും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ അരയ്ക്കാനായിട്ട് നമ്മൾ വെള്ളത്തിന് പകരം തൈരാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ തവിയിൽ 5 തവി തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കിയപ്പോഴത്തേനും നമ്മളെ കഷ്ണം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഞാൻ കറി അധികം തിളപ്പിക്കാറില്ല. ഞങ്ങളിവിടെ UAE-യിലായതുകൊണ്ട് ഇവിടെ കിടന്ന തൈര് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാറുണ്ട്. പല പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയ കാരണം കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ തിളപ്പിക്കാറില്ല കറി. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കും. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. മുളകും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് കായം ഇട്ട് കൊടുക്കാം. പുളിശ്ശേരിയിൽ അധികം ആരും കായം ചേർക്കാറുണ്ടാവില്ല. പക്ഷെ ഞാൻ വറുത്തിടുമ്പോൾ ഒരു നുള്ള് കായം ചേർക്കാറുണ്ട് കേട്ടോ. കായം ചേർത്തിട്ട് വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയൊക്കെയാണ്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയണേ. ഇപ്പം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് കറിയിൽ ഒഴിക്കാം. ഇതാ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അധികം സമയം എടുക്കാതെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ളൊരു പുളിശ്ശേരി. ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ ഇതുപോലെ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.